നമസ്കാരം, ടി ന്യൂസിലേക്ക് സ്വാഗതം. ബോളിവുഡ് നടൻ സെയ്ഫ് അലി ഖാന് കുത്തേറ്റു. വീട്ടിൽ നടന്ന മോഷണ ശ്രമത്തിനിടെയാണ് മോഷ്ടാവ് അദ്ദേഹത്തെ കുത്തി പരിക്കേൽപ്പിക്കുന്നത്. പുലർച്ചെ 2:30 മുംബൈയിലെ ബാദ്രയിലുള്ള വസതിയിലാണ് സംഭവം നടക്കുന്നത്. സെയ്ഫിന്റെ ശരീരത്തിൽ കുത്തേറ്റ 6 മുറിവുകളാണുള്ളത്. ഇതിൽ 2 എണ്ണം ആഴത്തിലുള്ളതാണ്. ഒരെണ്ണം നട്ടലിന് സമീപമാണ്. അടിയന്തര ശസ്ത്രക്രിയ ആവശ്യമുണ്ടെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചിരുന്നു. പുലർച്ചെ 5:30 തുടങ്ങിയ ശസ്ത്രക്രിയ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. മുംബൈ ലീലാവതി ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇപ്പോൾ സെയ്ഫ് അലി ഖാൻ. ന്യൂറോ സർജനും കോസ്മെറ്റിക് സർജനും ഉൾപ്പെടെയുള്ള സംഘമാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ സർജറി നടത്തുന്നത്. ഇത് പൂർത്തിയായാൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ പറയാനാവൂ എന്നാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത്. എന്നാൽ ഈ ആക്രമണത്തിന് പിന്നിൽ മോഷണം തന്നെയാണോ എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. പോലീസിന് പുറമെ മുംബൈ ക്രൈംബ്രാഞ്ചും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഉറങ്ങിക്കിടന്ന സമയത്താണ് ആക്രമണം ഉണ്ടായത്. ഒരാൾ മാത്രമാണ് ആക്രമണം നടത്തിയതെന്നാണ് പറയുന്നത്. എന്നാൽ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ കൂടുതൽ വിവരങ്ങൾ പോലീസ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടില്ല. അതേസമയം സെയ്ഫ് അലി ഖാനെതിരെ ഉണ്ടായ ആക്രമണത്തിന്റെ നടുക്കത്തിലാണ് ബോളിവുഡ്. വീട്ടിൽ വെച്ച് പരിക്കേറ്റു എന്ന വാർത്ത വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് പല താരങ്ങളും. ബോളിവുഡിലെ തന്നെ ഏറ്റവും വിലമതിക്കുന്ന വീടിന്റെ ഉടമ കൂടിയാണ് നടൻ സെയ്ഫ്. അതുകൊണ്ട് തന്നെയാണ് ബാന്ദ്ര വെസ്റ്റിലെ ആഡംബര ഭവനത്തിൽ വെച്ച് അദ്ദേഹത്തിന് കുത്തിയിട്ടു എന്നുള്ള വാർത്ത ആർക്കും ഉൾക്കൊള്ളാൻ പറ്റാത്തത്. മോഷണത്തിനപ്പുറം വേറെ എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. നിലവിൽ സെയ്ഫ് അലി ഖാന് മാത്രമാണ് പരിക്കേറ്റിട്ടുള്ളത്. ഭാര്യ കരീന കപൂറും അടക്കമുള്ളവർ സുരക്ഷിതരാണെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. നിരവധി ആഡംബര വീടുകളാണ് സെയ്ഫ് അലി ഖാന് സ്വന്തമായുള്ളത്. ഹരിയാനയിലെ ഗുഡ്ഗാവിലാണ് 800 കോടി വില മതിക്കുന്ന സെയ്ഫ് അലി ഖാന്റെ പട്ടൌഡി പാലസ് സ്ഥിതി ചെയ്യുന്നത്. മുംബൈയിലെ ബാദ്രയിൽ ഇപ്പോൾ അദ്ദേഹം താമസിക്കുന്ന വീട് ആഡംബരത്തിന്റെ അങ്ങേയറ്റമെന്ന് വേണമെങ്കിൽ പറയാം. ഈ വീടിന് 103 കോടിയോളം രൂപ വില വരും. ഈ പ്രദേശത്ത് മറ്റ് ആഡംബര വീടുകളോടൊപ്പം തന്നെയാണ് സെയ്ഫ് അലി ഖാന്റെ വീടും സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്ഥലത്ത് ആക്രമണം ഉണ്ടായത് വൻ ചർച്ചാ വിഷയമായിരിക്കുകയാണ്.